ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചക്കക്കുരും ചീരയും കൂടിയും ചേർത്തിട്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. ഇനി ചക്കക്കുരും ചീരയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിത് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചീരയൊക്കെ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചീരത്തോരനും ചീരക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെന്നാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചക്കക്കുരുവാണ്. ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചക്കക്കുരുവിൻ്റെ തൊലി പെട്ടെന്ന് കളയാനായിട്ട് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ചക്കക്കുരു ഇടികല്ലിലിട്ടിട്ട് ഒരു 2 ഇടി ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതൊരു 10-15 ചക്കക്കുരുകളുണ്ട്. ആദ്യം തന്നെ ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേവിക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഈ ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ വരുത്താം. ഓരോ ചക്കക്കുരുവിനും ഓരോ വേവായിരിക്കും കേട്ടോ. ചക്കക്കുരു വേവുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് നാളികേരം ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നാളികേരമൊക്കെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ വന്നാലത്തെ പ്രഷറൊക്കെ പോയിട്ടോ. കണ്ടില്ലേ, ചക്കക്കുരുവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചക്കക്കുരു ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചീരയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചീരയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇത് ചീരയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരവും ജീരകമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അരപ്പിൽ. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം അത് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട്
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതാ നമ്മുടെ ചക്കക്കുരു ചീരയും കൂടി ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.